പോസിറ്റീവാണോ? ഔ എടാ പോസിറ്റീവ് ആണെന്ന്. പോസിറ്റീവ് അല്ല, പ്രശ്നമൊന്നുമില്ലല്ലോ. എടാ പൊട്ടങ്ങ പ്രഗ്നന്റ് ആണെന്ന്. പ്രഗ്നന്റാ? ദേ എനിക്കൊന്നും അറിയാൻ പറഞ്ഞിട്ടോ. അതെ എനിക്കറിയാൻ പാടില്ല, നീ എന്താന്ന് വെച്ചാ വിളിച്ചോട്ടെ. നിനക്കിനി ഇത് എല്ലാവരും വിളിച്ച് പറയണായിരിക്കും. ഞാനോട് പറയൂല, ട്രസ്റ്റ് മീ. എന്താന്ന് വെച്ചാ ഞാനേ ഒരു മരുന്ന് തരാം, അത് കാടി വെള്ളത്തിൽ കലക്കി കൊടുക്കും. ഹലോ മിസ്റ്റർ മാർക്കോ. എടാ അതെ ചെറിയൊരു പ്രശ്നമുണ്ട്. വിളിച്ചപ്പോ തോന്നി എന്താ വള്ളിയാണെന്ന്. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോ 2 റെഡ് വന്നു. ഓഹോ കൺഗ്രാജുലേഷൻസ്. അച്ഛനാവാൻ പോണേയുള്ള. അല്ല നിന്റെ കല്യാണം കഴിഞ്ഞ? എനിക്കല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഗേൾ ഫ്രണ്ടിന്. മനസ്സിലായി. അത് ആകെ പെട്ടിരിക്കടാ ഞാനല്ല, അവൻ പാവോടവൻ. ഒരു സൊല്യൂഷൻ പറ, അലസിപ്പിക്കാൻ പറ്റുമോ? പറ്റും. അത് ഭയങ്കര എളുപ്പടാ. പക്ഷെ മാർക്കോ, എത്ര ആൾക്കാരാണെന്ന് അറിയാം കുഞ്ഞിന് വേണ്ടി ഈ കണ്ടമ്പലങ്ങളിലൊക്കെ കടന്ന് വഴിപാടും ഉരുളിക്കമത്തിലൊക്കെ ആയിട്ട് നടക്കണത്. ദൈവം നിനക്ക് അറിഞ്ഞൊരു സാധനം തരുമ്പോൾ 2 കൈ നീട്ടി സ്വീകരിക്കല്ലേ കണ്ടത്. ഇതില്ലാണ്ടാക്കാൻ എളുപ്പടാ, കിട്ടാനാണ് പാട്. അതുകൊണ്ട് മനസ്സിന് ദുഷ്ചിന്തകളൊക്കെ കള, നല്ലൊരു മനുഷ്യനാവും, നല്ലൊരു അച്ഛനാവും. എന്നെ കൊണ്ടത് പറ്റും. എനിക്കല്ല. ഓക്കെ രേണു, എത്ര ആൾക്കാരാണെന്നറിയോ രേണു ഒരു കുഞ്ഞിന് വേണ്ടി ഉരുളിയാമത്രത് വഴിപാട് ചെയ്യണേക്കാ? നമുക്ക് കുഞ്ഞിനെ വളർത്തിക്കൂടെ രേണു? എവിടെ എന്റെ ഭർത്താവ് വല്ലതും അറിഞ്ഞാണ്ടല്ല. അയ്യോ ഒരു മിനിറ്റ്, ഞാൻ മറന്നുപോയി. ആ മാർക്കോ, ചെറിയൊരു പ്രശ്നമുണ്ട്. അവൾക്ക് ഭർത്താവുണ്ട്. കൊച്ചവർ വിചാരിച്ചോളും, അവർ വളർത്തിക്കോളും. വേറെ പ്രശ്നമൊന്നുമില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. ഞാൻ ഇവിടെ കുറച്ച് തിരക്കിലാണ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ എന്നാ. ഇപ്പം എൻ്റെ ഒരു കാര്യം, ക്യൂട്ട് ഫാമിലി.